പാകിസ്ഥാൻ മുഖേന ഇറാൻ കൈമാറിയ കരാർ നിർദ്ദേശം US തള്ളിയിരിക്കെ അമേരിക്കൻ ആക്രമണം നേരിടാൻ രാജ്യം സജ്ജമെന്ന് ഇറാൻ സേനയുടെ മുന്നറിയിപ്പ്. ചർച്ചകൾക്ക് അടിച്ചേൽപ്പിക്കുന്നവർക്ക് ഇറാനെ ഇനിയും മനസ്സിലായിട്ടില്ലെന്ന് സർക്കാർ വക്താവ്. അമേരിക്കൻ ഉപാധികൾക്ക് വിധേയമായ ഒരു കരാർ മാത്രമേ അംഗീകരിക്കൂ എന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ മുന്നറിയിപ്പ് ഇറാൻ തള്ളി. ഇതോടെ പാകിസ്ഥാന്റെ മധ്യസ്ഥ നീക്കങ്ങളും പ്രതിസന്ധിയിലായി. നാവിക ഉപരോധത്തിന്റെ ഭാഗമായി ഇതിനകം 48 ഇറാൻ കപ്പലുകൾ തിരിച്ചയച്ചതായി US സെൻട്രൽ കമാൻഡ് അവകാശപ്പെട്ടു. ഹോർമുസ് കടലിടുക്കിന് മേൽനോട്ടം സംബന്ധിച്ച കരട് നിയമനിർമ്മാണത്തിനൊരുങ്ങി ഇറാൻ പാർലമെന്റ്. $1 ബില്യൺ ആയുധങ്ങൾ ഉടൻ ഇസ്രായേലിന് ലഭ്യമാക്കുമെന്ന് US സ്റ്റേറ്റ് വകുപ്പ്. ഇറാൻ എണ്ണ വിൽപ്പനയുമായി ബന്ധപ്പെട്ട തങ്ങളുടെ 5 സ്ഥാപനങ്ങൾക്ക് നേരെ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം ചോദ്യം ചെയ്ത് ചൈനയും രംഗത്തെത്തി. വിവരങ്ങളുമായി MCA നാസർ ചേരുകയാണ്. MCA, പാകിസ്ഥാൻ മുഖേനയാണ് ഇറാൻ പുതിയ കരാർ നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്ക് നൽകിയത്. പക്ഷേ അതെല്ലാം അപ്രായോഗികമാണ്, അമേരിക്കയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞാണോ ആ നിർദ്ദേശങ്ങൾ തള്ളിയത്? ദിവ്യ, തീർച്ചയായിട്ടും ഇന്നലെ ഏറ്റവും അവസാനമായിട്ട് ട്രംപ് നടത്തിയ പ്രതികരണത്തിൽ ഇക്കാര്യമാണ് വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ താല്പര്യങ്ങൾ, അമേരിക്കയുടെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉപാധികൾ അത് പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ടും ഇറാന്റെ താല്പര്യങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ഒരു കരാറിൽ മാത്രമേ താൻ ഒപ്പുവെക്കൂ എന്നത് വളരെ കൃത്യമാണ്. ഒരു ചർച്ചയല്ല ട്രംപ് ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് താൻ നിർദ്ദേശിക്കുന്ന ഉപാധികൾ, തിട്ടൂരങ്ങൾ അപ്പടി അംഗീകരിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും വിധേയപ്പെടുന്ന ഒരു ഇറാനുമായിട്ടുള്ള ഒരു കരാർ മാത്രമായിരിക്കും താൻ വിഭാവന ചെയ്യുന്നത്. അതല്ലാത്ത ഒരു കരാറിനും താൻ ഒരുക്കമല്ല എന്ന് ട്രംപ് പറയുമ്പോൾ ട്രംപിന്റെ ഉള്ളിലിരിപ്പും അമേരിക്കയുടെ താല്പര്യങ്ങളും പ്രകടമാണ്. ഇത് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി മധ്യസ്ഥ ചർച്ചകളിൽ വലിയ കാര്യമില്ല എന്ന ഒരു തിരിച്ചറിവിലേക്ക് ഇറാൻ നേതൃത്വം എത്തിച്ചേരുന്നത്. പാകിസ്ഥാൻ ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ ഇറാൻ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും നേരത്തെ ഇറാൻ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രായോഗികമായിട്ടുള്ള ഒരു നിർദ്ദേശമായിരുന്നു ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറക്കുക, നാവിക ഉപരോധം പിൻവലിക്കുക എന്നത്. അത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞു ട്രംപ്. നേരെ മറിച്ച് ചെയ്തത് ആണവ വിഷയത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കണം എന്നത് മാത്രമല്ല, സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉടൻ തന്നെ അമേരിക്കക്ക് കൈമാറണം. ആണവ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയിലും ഏർപ്പെടാൻ ഇറാനെ അനുവദിക്കുകയില്ല എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ മാത്രമായിട്ടുള്ള ഒരു ആധിപത്യത്തിലുള്ള, അവരുടെ മാത്രം ശ്രേഷ്ഠ നിലപാടുള്ള ഒരു കരാർ അംഗീകരിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും വരിക. ഇത് ഇറാന് അമേരിക്ക മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാണ്. നിലവിലിപ്പോൾ ഒരു ആക്രമണ സാധ്യത, സംഘർഷ സാധ്യത അത് എത്ര കണ്ട് ശക്തമാകുന്നു മേഖലയിൽ? ഇതിപ്പോൾ അമേരിക്ക ലക്ഷ്യപ്പെടുന്നതിലൊക്കെ അമേരിക്കൻ പ്രസിഡന്റിന്റെ താല്പര്യം എന്നത് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന നാവിക ഉപരോധം അത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, അതോടൊപ്പം തന്നെ സാമ്പത്തിക ഉപരോധം കുറെ കൂടി വിപുലപ്പെടുത്തുക. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് 30ഓളം സ്ഥാപനങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ചൈനയുടെ 5 സ്ഥാപനങ്ങൾക്ക് നേരെയും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ ചൈന ഇന്ന് വളരെ ശക്തമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. കാരണം ഇറാനുമായിട്ട് എണ്ണ വാങ്ങിയതിന്റെ പേരിൽ തങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് ഈ അർത്ഥത്തിലുള്ള ഒരു ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കക്കുള്ള നൈതികമായിട്ടുള്ള അവകാശത്തെയാണ് ഇപ്പോൾ ചൈനീസ് നേതൃത്വം ചോദ്യം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇറാന് സാമ്പത്തികമായിട്ട് പരമാവധി സമ്മർദ്ദത്തിലാക്കുകയും അങ്ങനെ തങ്ങൾ ലക്ഷ്യമിടുന്ന ഒരു ഉപാധികളിലേക്ക് ഇറാനെ കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആലോചിക്കുന്നത്. ആ അർത്ഥത്തിലാണ് പെന്റഗൺ നേതൃത്വവുമായിട്ട് ട്രംപിന്റെ സംവാദങ്ങൾ നടക്കുന്നതെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇറാനാവട്ടെ തങ്ങളുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും ഇനി പുറകോട്ട് പോകേണ്ടതില്ല എന്നൊരു തീർപ്പിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം സംബന്ധിച്ച ഒരു കരട് പ്രമേയം പാർലമെന്റിൽ പാസാക്കാനുള്ള നിയമ നടപടികളും ഇറാൻ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേൽ കപ്പലുകൾക്ക് സമ്പൂർണ്ണമായി തന്നെ ഹോർമുസിലൂടെയുള്ള യാത്ര വിലക്കുന്നതാണ് ആ കരാറിലെ പ്രധാനപ്പെട്ട ഒരു ഇനം. രണ്ടാമത്, അമേരിക്കക്ക് അവരുടെ കപ്പലുകൾക്ക് പോകണമെങ്കിൽ ഈ യുദ്ധത്തിൽ ഇറാന് സംഭവിച്ചിരിക്കുന്ന നഷ്ടപരിഹാരം, ആ നഷ്ടത്തിന് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം ലഭ്യമാക്കുകയാണെങ്കിൽ മാത്രം അമേരിക്കൻ കപ്പലുകളെ കടന്നുപോകാൻ അനുവദിക്കും. മറ്റു രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഇറാന്റെ അനുമതിയോടുകൂടി പോകാൻ പറ്റും. പക്ഷേ തുക ഈടാക്കുന്നത് സംബന്ധിച്ച ഈ കരട് പ്രമേയത്തിൽ ഒന്നും പറയുന്നില്ലെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും തങ്ങളുടെ സമ്പൂർണ്ണമായിട്ടുള്ള അധികാരം ഹോർമുസിൽ സ്ഥാപിച്ചുകൊണ്ട് തന്നെ നിലവിലുള്ള ഈ നാവിക ഉപരോധത്തെ വകവെക്കാതെ തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു തീർപ്പിലേക്ക് തന്നെയാണ് ഇറാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും
വലിയ ധർമ്മസങ്കടത്തിലായിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെയായിരിക്കും. കാരണം യുദ്ധം പുനരാരംഭിക്കുക എന്നത് പറയാൻ എളുപ്പമായിരിക്കും, പക്ഷേ ഒരു വലിയ കരയുദ്ധത്തിലേക്കും മറ്റും പോവുകയാണെങ്കിൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമായിരിക്കും. അതിനുള്ള ഒരു തയ്യാറെടുപ്പുകളും ഇനിയും പൂർത്തീകരിക്കാൻ അമേരിക്കക്ക് സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല, ആഭ്യന്തരമായിട്ടുള്ള എതിർപ്പുകൾ അതിശക്തമായി തന്നെ തുടരുകയാണ്. നാറ്റോ രാജ്യങ്ങളും GCC രാജ്യങ്ങളും ഒക്കെയും ഈ സംഘർഷം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെതിരാണ്. അക്കാര്യം അവർ ട്രംപിനെ നേരിട്ട് തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമ്മർദ്ദങ്ങൾക്കിടയിലും തൻ്റെതായിട്ടുള്ള ഒരു പ്രതിച്ഛായ നിലനിർത്താൻ ഒരു മാന്യമായിട്ടുള്ള ഒരു പിന്മാറ്റം യുദ്ധത്തിൽ നിന്ന് രൂപപ്പെടുത്താനാണ് ഏകപക്ഷീയ സ്വഭാവത്തിലുള്ള വ്യവസ്ഥകളോട് കൂടിയ ഒരു കരാർ അടിച്ചേൽപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് തുനിയുന്നത്. പക്ഷേ ഇറാൻ ഒരു നിരക്കും വഴങ്ങുന്നില്ല എന്നൊരു സന്ദേശം തന്നെയാണ് മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ ഏറ്റവും അവസാനമായിട്ട് അമേരിക്കയെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിതിഗതികൾ സംഘർഷപൂർണ്ണമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടും എന്നൊരു പ്രതീക്ഷ ലോകത്തിനുണ്ടായിരുന്നു. ഇറാനും അമേരിക്കയും ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതോടെ ഈ മധ്യസ്ഥ നീക്കത്തിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറിയോ അതോ ശ്രമങ്ങൾ തുടരുമെന്നാണോ അറിയിക്കുന്നത്? ദിവ്യ, പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വൈകിട്ട് വന്ന പ്രതികരണ പ്രകാരം ചർച്ചകൾ ഇപ്പോൾ പോലും തുടരുന്നുണ്ട്. പുറമേക്കുള്ള ഈ ഭീഷണിയും ബലപ്രയോഗവും പ്രകോപനമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉള്ളിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ അവരുടെ ആശയവിനിമയം കൃത്യമായി തന്നെ തങ്ങൾ കൈമാറുന്നുണ്ട്. പക്ഷേ കടുപിടുത്തം നൽകി രണ്ടു കൂട്ടരും തങ്ങളുടേതായിട്ടുള്ള നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് ഈ ഒരു മധ്യസ്ഥ നീക്കത്തിന് വലിയ പ്രതിസന്ധിയാണ് എന്നൊരു പ്രതികരണമാണ് പാക് വൃത്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പാകിസ്ഥാൻ മാധ്യമങ്ങൾ നൽകുന്നത്. ഔദ്യോഗികമായിട്ടുള്ള തങ്ങൾ ചർച്ചയിൽ നിന്ന് പിന്മാറി എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രതികരണവും ഔദ്യോഗികമായിട്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഈ ഉപാധികൾ തങ്ങളുടെ ഉപാധി അമേരിക്കൻ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു കരാറിൽ തങ്ങൾ തയ്യാറാകൂ എന്ന് പറയുമ്പോൾ അതിന് അതേ നാണയത്തിൽ തന്നെ ഇറാനും തിരിച്ചടിക്കുകയാണ്. അങ്ങനെ തങ്ങളുടെ പ്രഖ്യാപിത നിലപാടുകൾ വിട്ടുള്ള ഒരു ഒത്തുതീർപ്പിനും ഇല്ല എന്ന് പറയുമ്പോൾ ചർച്ച വഴിമുട്ടുമെന്ന കാര്യം ഉറപ്പാണ്. ഇനി ഏതെങ്കിലും അർത്ഥത്തിലുള്ള അനൗപചാരിക ചർച്ചയിലൂടെ ഇരുപക്ഷത്തെയും അനുനയിക്കാനോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിലൂടെ ഏതെങ്കിലും അർത്ഥത്തിൽ ഈ മേശയിലേക്ക് ഒരു ടേബിളിലേക്ക് കൊണ്ടുവരാനോ സാധിക്കുമോ എന്നാണ് ഇപ്പോൾ പാകിസ്ഥാനും അതോടൊപ്പം ഈജിപ്ത്, തുർക്കി, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങളും തുനിയുന്നത്. ആ ശ്രമം പരാജയപ്പെടുകയാണെങ്കിൽ സ്ഥിതി കൂടുതൽ സംഘർഷപൂർണ്ണമായിട്ട് മാറും എന്ന കാര്യം ഉറപ്പാണ്. ഇതിനിടയിലാണല്ലോ അമേരിക്ക ഇസ്രായേലിന് കൂടുതൽ ആയുധങ്ങൾ കൈമാറാനുള്ള തീരുമാനമൊക്കെ എടുത്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാക്രമണത്തിന്, ഒരു യുദ്ധത്തിന് വീണ്ടും കോപ്പുകൂട്ടുകയാണ് ഇരു രാജ്യങ്ങളും ചെയ്യുന്നത്. ഉടൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ആശങ്കാജനകമായിട്ടുള്ള സാഹചര്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം പിന്നിട്ട 2 ദിവസങ്ങളിലായിട്ട് ഇറാന്റെ ആകാശപരിധിയിൽ ചില ഡ്രോണുകൾ പ്രത്യക്ഷപ്പെടുകയും അതോടൊപ്പം തന്നെ നിരീക്ഷണ സ്വഭാവത്തിലുള്ള ചെറു വിമാനങ്ങൾ പ്രത്യക്ഷപ്പെട്ടതായിട്ടും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്രതിരോധ സംവിധാനങ്ങൾ ആക്ടിവേറ്റ് ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇന്നിപ്പം ഇറാന്റെ IRGCയുടെ ഭാഗത്തു നിന്നായാലും സർക്കാർ വക്താവിന്റെ ഭാഗത്തു നിന്നായാലും തങ്ങൾ അത്തരമൊരു ആക്രമണം ഏത് ഘട്ടത്തിലും പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയുള്ളത് 2 മാസത്തെ യുദ്ധാധികാര പ്രമേയത്തിന്റെ ആ സമയപരിധി തീർന്നിരിക്കുകയാണ്. ഇനി US കോൺഗ്രസിന്റെ അനുമതി ഈ യുദ്ധത്തിന് ആവശ്യമായി വരും. പക്ഷേ ട്രംപിനോട് മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ചോദിച്ചപ്പോൾ തന്നെ അതൊന്നും പരിഗണിക്കുന്നേ ഇല്ല ഇപ്പോൾ. കാരണം താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തലാണ്, ഒരു യുദ്ധ വിരാമം എന്ന് തന്നെ പറയാൻ പറ്റൂ. ആ ഒരു ഘട്ടത്തിൽ ഈ കാലപരിധിയുടെ പ്രശ്നം ഇവിടെ വരുന്നില്ല എന്നാണ് ട്രംപ് പറയുന്നതും സാങ്കേതികമായിട്ട് ആ വാദത്തെ അദ്ദേഹം ന്യായീകരിക്കുന്നത്. പക്ഷേ ഡെമോക്രാറ്റ് അംഗങ്ങൾ വളരെ ശക്തമായി തന്നെ സെനറ്റിലും അതോടൊപ്പം തന്നെ US കോൺഗ്രസിലും ട്രംപിന്റെ ഈ യുദ്ധ നീക്കത്തിനെതിരെ ശക്തമായി രംഗത്ത് വരും. ആഭ്യന്തര വിപണിയിലാണെങ്കിൽ എണ്ണവില ഉയരുന്നത് വലിയൊരു പ്രതിസന്ധിയായിട്ട് അമേരിക്കയും നേരിടുന്നുണ്ട്. മറ്റ് ജീവിത ചെലവുകൾ ഉയരുന്നത് കൊണ്ട് തന്നെ ട്രംപിനെതിരായിട്ടുള്ള ഒരു വികാരം അമേരിക്കക്കുള്ളിലും രൂപപ്പെട്ടിട്ടുണ്ട്. അത് ട്രംപിനെ ഒരു മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമോ എന്നാണ് ഇപ്പോൾ ലോക രാജ്യങ്ങൾ പലതും ഉറ്റുനോക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ സ്ഥിതിഗതികൾ എത്രത്തോളം സങ്കീർണമാണ്? ഏറ്റവും അവസാനമായിട്ട് US സെൻട്രൽ കമാൻഡ് നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ തുറമുഖങ്ങളിലേക്ക് വരികയും പോവുകയും ചെയ്ത 48 കപ്പലുകളെ പിന്നിട്ട് 20 ദിവസത്തിനുള്ളിൽ തങ്ങൾ തിരിച്ചയച്ചു. എന്തായാലും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുള്ള മധ്യസ്ഥ നീക്കങ്ങൾ നിലവിൽ പ്രതിസന്ധിയിലായ ഒരു സ്ഥിതിയാണുള്ളത്. ആക്രമണം നേരിടാൻ സജ്ജമെന്ന് ഇറാൻ സേനയും അറിയിക്കുന്നു. ഒരാക്രമണം ഉണ്ടായേക്കുമെന്ന പ്രതീതി ട്രംപിന്റെ ഭാഗത്തുനിന്ന് അമേരിക്കയുടെ ഭാഗത്തുനിന്നും നിലനിൽക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം ഇപ്പോഴും അയവില്ലാതെ തുടരുന്ന സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. MC നാസറാണ് വിശദാംശങ്ങൾ നൽകിയത്.